മെയ് 11 ആണ്. അപ്പോൾ നാളെ നമുക്ക് പൂർണിമ വരുന്നുണ്ട്. ബുദ്ധപൂർണിമയായിട്ടാണ് പറയുന്നത്. ബുദ്ധന് റിയലൈസേഷൻ കിട്ടിയ ദിവസമാണെന്നാണ്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാം. ബുദ്ധപൂർണിമ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണ് റിലീസിങ് ആകേണ്ടത് അതൊക്കെ റിലീസ് ചെയ്ത് പോകുന്ന സമയമാണ്. കൂടുതൽ കാർമിക് എൻഡ്സ് വരുന്നു. പാരൻസ് ആയിട്ടുള്ള കാർമിക് കണക്ഷൻസ് ആയിരിക്കും. എന്താണോ കാർമിക് എൻറ്റാങ്കിളായിട്ട് നിങ്ങളൊക്കെ എടുക്കുന്നത് അത് റിലീസ് ചെയ്ത് പോകാനുള്ള ചാൻസസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഒരു റീബർത്താണ് ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഡീപ്പറായിട്ടുള്ള അവേക്കിങ്, ഡീപ്പറായിട്ടുള്ള തോട്ട്സ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ തന്നെ ഇടയ്ക്ക് ഭയങ്കര ഡീപ്പർ തിങ്കിങ്ങിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിപ്പിക്കുകയാണ് യൂണിവേഴ്സ്, എവിടെയാണ് നിങ്ങൾ ഇനി കറക്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന പ്ലേസ്, പ്രസന്റ് മൊമെന്റ് നിങ്ങൾ എവിടെയാണ് എത്തിയിട്ടുള്ളത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ തന്നെ ചിന്തിപ്പിക്കുന്നതാണ് കേട്ടോ. ഇന്നത്തെ കോട്ടുണ്ട്, സ്വന്തം നന്മ തിരിച്ചറിയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസൂയപ്പെടുകയില്ല. അതായത് നമ്മൾ ചിലവർ കാണാം അവർക്കൊന്നും നേടാൻ സാധിച്ചില്ല, ഒരാളുടെ അച്ചീവ്മെന്റ് കാണുമ്പോൾ അപ്പോൾ കുറ്റം പറയുന്നത്. കാരണം എന്താ, അത് അസൂയയാണ്. അത് നമുക്ക് വേണ്ടാത്തൊരു ഷാഡോ വർക്കാണത്. ഷാഡോ വർക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു വികാരം, ഈഗോ, പ്രൈഡൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ഇൻഫീരിയർ കോംപ്ലക്സസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ കളയും. ഇൻഫീരിയർ ഓർ സുപ്പീരിയർ കോംപ്ലക്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെടുത്ത് പുറത്തേക്ക് കളയാതെ ആവശ്യമില്ല. ഈക്വാലിറ്റിയാണ് ഇവിടെ ആവശ്യം, പീസാണ് ആവശ്യം. ഓക്കെ, അപ്പോൾ അതും കൂടെ പറയുന്നുണ്ട്. ഇന്നത്തെ എനർജിയിലേക്ക് നമുക്ക് നോക്കാം കേട്ടോ. യൂണിവേഴ്സ് സ്പിരിറ്റ് സൈറ്റിൽ കളക്റ്റീവ് ആയിട്ടുള്ള എനർജീസ് ആണ് നോക്കുന്നത്. ഓക്കെ, 4 ഓഫ് സോർഡ്സ് ആണ് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ഇന്ന് ഞാൻ തന്നെ ഒരു സ്വപ്നം കണ്ട് പെട്ടെന്ന് എണീറ്റ്, അങ്ങനെ ഒരു പെയിൻ നിന്നൊരു എണീക്കലായിരുന്നു. അതും ഇതൊരു സ്വപ്നം, രാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്ന ഡ്രീംസ് കാണാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സംതിങ് നമുക്ക് എന്തോ ഒരു ഇമോഷനാണ്, എന്ത് ഇമോഷനാണ് നമുക്കിവിടെ വന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാനൊരു യൂണിയൻ സ്വപ്നമാണ് കണ്ടത്. അപ്പോൾ അതിലുണ്ടാവുന്ന കുഞ്ഞു ആ ഒരു പെയിനൊക്കെയാണ് കണ്ടത്. മീൻസ് യൂണിയൻ ആവുമ്പോൾ ആയത്. അപ്പോൾ സ്വപ്നത്തിൽ നിന്ന് കണ്ണു തുറന്നപ്പോൾ പെട്ടെന്ന് 3D 5D മെസ്സേജസ് ആണ് കണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് പെയിൻ തോന്നാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സപ്രസിങ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കാം. അപ്പോൾ അതൊക്കെ റിലീസ് ചെയ്യുക എന്ന് പറയുന്നു. ആൻഡ് യെസ്, ഇന്ന് കുറച്ച് വിഷമിക്കേണ്ട സിറ്റുവേഷൻസ് ആണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ തൊട്ടിട്ട് ഭയങ്കര ദേഷ്യം, കളക്റ്റീവായിട്ട് ദേഷ്യം വരുന്നു. മറ്റുള്ളവർ നമ്മളോട് ചീത്ത പറയുന്ന സിറ്റുവേഷൻസ്, നമ്മൾ തിരിച്ചും അങ്ങനെ ഒരു ഈഗോയിലൊക്കെ കൂടുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ഇനിയും റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നു. നിങ്ങളൊന്ന് ഹെർമിറ്റ് മോഡിലേക്ക്, സെലിബസ് ലൈഫിലേക്ക് പോവുക. ഒന്ന് കാമ ഡൗൺ ആക്കുക, ഒന്ന് ക്ലെൻസ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക, പറ്റുവാണെങ്കിൽ ചെറുതായിട്ട് ഫാസ്റ്റിംഗ് എടുക്കാനൊക്കെ ശ്രമിക്കുന്നത് വളരെ നല്ലതായി. ഡിടോക്സിഫിക്കേഷൻസ് നല്ലതാണ് കേട്ടോ. ആൻഡ് കിങ് ഓഫ് കപ്സ് വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും മേ ബി നിങ്ങളുടെ സെൽഫ് ലവ്, നിങ്ങളുടെ ലവ് എനർജിയും കൂടുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ,